GM ന്യൂസ് തിരുവനന്തപുരം ഡെയിലി വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ നിശ്ചൽ. ഇന്നത്തെ പ്രധാന വാർത്താ ഹെഡ്ലൈൻസ്. YPCA ജനറൽ ക്യാമ്പ് സെപ്റ്റംബർ 16 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. വയനാട്ടിലെ ദുരിതബാധിതരെ ഒരുമിച്ച് കൂട്ടി ആശയവിനിമയം നടത്തിയും വീട്ടുപകരണങ്ങൾ വിതരണം ചെയ്തും ഒരു സംഗമദിനം. IPC തിരുവനന്തപുരം സൗത്ത് സെന്റർ മാസയോഗം 14 ചേങ്കോട്ടുകോണത്ത്. പെന്തക്കോസ്ത് ഐക്യവേദി ഇന്ത്യ ജനറൽ കൺവെൻഷൻ 15 മുതൽ 17 വരെ. ഫ്ലൂട്ടിസ്റ്റ് ജിജിൻ രാജിൻ്റെ സംസ്കാരം സെപ്റ്റംബർ 11 ബുധനാഴ്ച. വാർത്തകൾ വിശദമായി. ചിങ്ങവനം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് യുവജന വിഭാഗമായ YPCA ജനറൽ ക്യാമ്പ് സെപ്റ്റംബർ 16 തിങ്കൾ മുതൽ 18 ബുധൻ വരെ തിരുവനന്തപുരം കുടപ്പനമൂട് വാഴിച്ചൽ ഇമാനുവൽ കോളേജിൽ നടക്കും. ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ബിനു തമ്പി ഉദ്ഘാടനം ചെയ്യുന്ന ക്യാമ്പിൽ പാസ്റ്റേഴ്സ് ബിജു തമ്പി, കുരുവിള TM, പ്രിൻസ് തോമസ്, സൈലസ് മാത്യു, രഞ്ജിത്ത് എബ്രഹാം, ഷിബു മാത്യു, സുജിത് M സുനിൽ, സ്റ്റാൻലി ജേക്കബ്, സിബി കുര്യൻ, രൂഫോസ് ജോൺ, രൂഫോസ് കുര്യാക്കോസ് തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ ക്ലാസുകൾ നയിക്കും. റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് ഗ്രോവിംഗ് ടുഗദർ എന്നതാണ് ചിന്താവിഷയം. ബ്രദർ ജോയൽ പടവത്തിൻ്റെ നേതൃത്വത്തിൽ YPCA കൊയർ ഗാനശുശ്രൂഷ നിർവഹിക്കും. YPCA ജനറൽ സ്റ്റേറ്റ് ഭാരവാഹികൾ നേതൃത്വം നൽകും. കൽപ്പറ്റ വയനാട്ടിലെ ഒരു സംഘം സുവിശേഷ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്താൽ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തത്തിൻ്റെ കയ്പും വേദനയും നേരിട്ടറിഞ്ഞവരെ കഴിഞ്ഞ ദിവസം കൽപ്പറ്റ ലളിത് മഹൽ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂട്ടി. പ്രാപ്തരായ സഹോദരിമാരും പാസ്റ്റർമാരും ചില മണിക്കൂറുകൾ ഒത്തുകൂടിയ 100ഓളം പേരോട് വ്യക്തിപരമായി സംസാരിച്ചു. പങ്കെടുത്തവരുടെ വേദനകൾ പങ്കുവച്ചു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളും ഉറ്റവരും മരണപ്പെട്ടവരും വീടും സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടവരും നിറകണ്ണുകളോട് പങ്കുവച്ച കാര്യങ്ങൾ ശാന്തമായി കേട്ടു. അതിനുശേഷം ടീം അംഗങ്ങൾ അവരോട് സംസാരിച്ചത് അവർക്ക് ആശ്വാസമായി. അവരുടെ വലിയ നഷ്ടങ്ങൾ നികത്താൻ ആവില്ലെങ്കിലും അത്യാവശ്യ വസ്തുക്കളുടെ വിതരണവും നടത്തി. അവരുടെ ആവശ്യങ്ങൾ ഫോണിലൂടെ നേരത്തെ ചോദിച്ചറിഞ്ഞിരുന്നു. സർക്കാർ നൽകിയ വാടക വീടുകളിൽ ഇവർ ഇപ്പോൾ താമസിക്കുന്നത്. ലഭ്യമായ ഈ വാടക വീടുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണുള്ളത്. ഇത്രയും നാൾ ക്യാമ്പുകളിലായിരുന്നവരാണ് വാടക വീടുകളിലേക്ക് മാറിയത്. ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്കായി വാങ്ങിയ മികച്ച കമ്പനികളുടെ കസേരകൾ, മേശകൾ, ടെലിവിഷൻ സെറ്റുകൾ, പ്രഷർ കുക്കറുകൾ, മിക്സികൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഡിന്നർ സെറ്റുകൾ, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ തുടങ്ങി ആവശ്യവസ്തുക്കൾ സ്വീകരിച്ച് അവർ മടങ്ങി. ഹൈദരാബാദിലുള്ള PJS പോൾ മിനിസ്ട്രീസ് ഭാരവാഹികളാണ് ജില്ലയിലെത്തി 5 ലക്ഷത്തിലധികം രൂപയുടെ അവശ്യവസ്തുക്കൾ വാങ്ങി നൽകിയത്. ലോക്കൽ ടീമിൻ്റെ കഠിനാധ്വാനത്താൽ ദുരിതബാധിതരെ നേരിൽ ബന്ധപ്പെട്ട് സഹായമെത്തിക്കാനും അതിലുപരി വ്യക്തിപരമായി സംസാരിക്കാനും കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തിലാണിവർ. ഇതുവരെ വയനാട് ജില്ലയിൽ വസ്തുക്കളുമായി എത്തിയ ഭൂരിപക്ഷം ടീമുകളും അവർ കൊണ്ടുവന്ന വസ്തുവകകൾ ഗവൺമെൻറ് ക്യാമ്പ് സ്റ്റോറുകളിൽ ഏൽപ്പിച്ചു മടങ്ങുകയോ മറ്റ് ദരിദ്ര മേഖലകളിൽ വിതരണം ചെയ്യുകയോ ആയിരുന്നു ഇതുവരെയുള്ള പതിവ്. വയനാട്ടിൽ കഴിഞ്ഞ 30 വർഷമായി താമസിച്ച് സുവിശേഷ പ്രവർത്തനത്തിനൊപ്പം സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന പാസ്റ്റർ KJ ജോബ് ഈ സംഗമത്തിന് നേതൃത്വം നൽകി. ലോക്കൽ ടീം അംഗങ്ങളായി പാസ്റ്റർമാരായ ബിജു പോൾ, ഷനോജ് MJ, തിമോത്തി ചന്ദ്രൻ, ബ്രദർ മെബിൻ പോൾ, സന്ദീപ് വിളമ്പുകണ്ടം, ജാൻസി ജോബ് എന്നിവർ പ്രവർത്തിച്ചു. PJS പോൾ മിനിസ്ട്രീസിൽ നിന്ന് സഹോദരന്മാരായ സജോ പ്രകാശ്, അഭിഷേക്, ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിദിനം നല്ലൊരു തുക വാടകയുള്ള കൽപ്പറ്റ ലളിത് മഹൽ ഓഡിറ്റോറിയത്തിൽ ഉടമയും ഈ പ്രോഗ്രാമിന് വേണ്ടി ഓഡിറ്റോറിയം സൗജന്യമായി നൽകി മാതൃകയായി. IPC തിരുവനന്തപുരം സൗത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും നടന്നുവരുന്ന മാസയോഗത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ മാസയോഗം 14 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ IPC ചേങ്കോട്ടുകുണം സഭയിൽ വെച്ച് നടക്കും. സെൻട്രൽ മിനിസ്റ്റർ Y റോബർട്ടിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ നിശ്ചയിക്കപ്പെട്ട പാസ്റ്റർമാർ ദൈവവചനം ശുശ്രൂഷിക്കും. സെന്റർ കൊയർ ഗാനശുശ്രൂഷ നടത്തും. സെന്റർ എക്സിക്യൂട്ടീവ്സ് നേതൃത്വം നൽകും. പെന്തക്കോസ്ത് ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ജനറൽ കൺവെൻഷൻ സെപ്റ്റംബർ 15 മുതൽ 17 വരെ വെൺകുളം CSI ചർച്ചിന് എതിർവശം പെന്തക്കോസ്ത് ഐക്യവേദി പ്രെയർ ഹാളിൽ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ നടക്കും. പാസ്റ്റർ R നേശമണി ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ സജയ് കുമാർ, സിസ്റ്റർ മഞ്ജു സുജേഷ് എന്നിവർ വചനം പ്രസംഗിക്കും. റീമ വോയിസ് പുനലൂർ ഗാനശുശ്രൂഷ നിർവഹിക്കും. കളമശ്ശേരി ക്രൈസ്തവ സംഗീതരംഗത്തെ പ്രശസ്ത ഫ്ലൂട്ടിസ്റ്റ് ജിജിൻ രാജ് ഹൃദയാഘാതത്തെ തുടർന്ന് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. സെപ്റ്റംബർ 10 ഉച്ചയോടുകൂടെ ഭൗതിക ശരീരം ആറ്റിങ്ങൽ ഭവനത്തിൽ കൊണ്ടുവരും.
IPC ആറ്റിങ്ങൽ സെൻട്രൽ ചർച്ചിൽ വൈകിട്ട് 4 മണി മുതൽ രാത്രി 11 വരെ പൊതുദർശനം. അതിനുശേഷം എറണാകുളത്തേക്ക് കൊണ്ടുപോകും. സംസ്കാരം സെപ്റ്റംബർ 11 ബുധനാഴ്ച കളമശ്ശേരി ആശിഷ് കൺവെൻഷൻ സെന്ററിൽ ഗ്രേസ് ഫാമിലി ചർച്ചിന്റെ നേതൃത്വത്തിൽ രാവിലെ 7-ന് ആരംഭിക്കുന്ന ശുശ്രൂഷകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2-ന് സെമിത്തേരിയിൽ. ഭാര്യ ബ്ലസ്സി GM മീഡിയയുടെ ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. YPCA ജനറൽ ക്യാമ്പ് 16 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. വയനാട്ടിലെ ദുരിതബാധിതരെ ഒരുമിച്ച് കൂട്ടി ആശയവിനിമയം നടത്തിയും വീട്ടുപകരണങ്ങൾ വിതരണം ചെയ്തും ഒരു സംഗമ ദിനം. IPC തിരുവനന്തപുരം സൗത്ത് സെന്റർ മാസയോഗം 14-ന് ചേങ്കോട്ടുകോണത്ത്. പെന്തക്കോസ് ഐക്യവേദി ഇന്ത്യ ജനറൽ കൺവെൻഷൻ 15 മുതൽ 17 വരെ. ഫ്ലൂട്ടിസ്റ്റ് ജിജൻ രാജിന്റെ സംസ്കാരം സെപ്റ്റംബർ 11 ബുധനാഴ്ച. ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും വരാം. നന്ദി, നമസ്കാരം.